अमृतकलशहस्ताय सर्वामय विनाशनाय त्रैलोक्यनाथाय महाविष्णवे स्वाहा। ओम नमो भगवते वासुदेवाय। धन्वन्तरे अमृतकलशहस्ताय सर्वामय विनाशनाय त्रैलोक्यनाथाय महाविष्णवे स्वाहा। ओम नमो भगवते वासुदेवाय। धन्वन्तरे अमृतकलशहस्ताय सर्वामय विनाशनाय त्रैलोक्यनाथाय महाविष्णवे स्वाहा। ओम नमो भगवते वासुदेवाय। धन्वन्तरे अमृतकलशहस्ताय सर्वामय विनाशनाय त्रैलोक्यनाथाय महाविष्णवे स्वाहा। ओम नमो भगवते वासुदेवाय। धन्वन्तरे अमृतकलशहस्ताय सर्वामय विनाशनाय त्रैलोक्यनाथाय महाविष्णवे स्वाहा। ओम नमो भगवते वासुदेवाय। धन्वन्तरे अमृतकलशहस्ताय सर्वामय विनाशनाय त्रैलोक्यनाथाय महाविष्णवे स्वाहा। ओम नमो भगवते वासुदेवाय। धन्वन्तरे अमृतकलशहस्ताय सर्वामय विनाशनाय त्रैलोक्यनाथाय महाविष्णवे स्वाहा। ओम नमो भगवते वासुदेवाय। धन्वन्तरे अमृतकलशहस्ताय सर्वामय विनाशनाय त्रैलोक्यनाथाय महाविष्णवे स्वाहा। ओम नमो भगवते वासुदेवाय। धन्वन्तरे अमृतकलशहस्ताय सर्वामय विनाशनाय त्रैलोक्यनाथाय महाविष्णवे स्वाहा। ओम नमो भगवते वासुदेवाय। धन्वन्तरे अमृतकलशहस्ताय सर्वामय विनाशनाय त्रैलोक्यनाथाय महाविष्णवे स्वाहा। ओम नमो भगवते वासुदेवाय। धन्वन्तरे अमृतकलशहस्ताय सर्वामय विनाशनाय त्रैलोक्यनाथाय महाविष्णवे स्वाहा। ओम नमो भगवते वासुदेवाय। धन्वन्तरे अमृतकलशहस्ताय सर्वामय विनाशनाय त्रैलोक्यनाथाय महाविष्णवे स्वाहा। ओम नमो भगवते वासुदेवाय। धन्वन्तरे अमृतकलशहस्ताय सर्वामय विनाशनाय त्रैलोक्यनाथाय महाविष्णवे स्वाहा। ओम യജ്ഞം 2023 ഉദ്ഘാടന സഭയോട് ഇപ്പോൾ നടത്താൻ പോകുന്നത് പ്രാർത്ഥനയോടുകൂടി നമുക്ക് തുടങ്ങാം. ശ്രീ വിനായകനാമയഹം ദയാനിധിം ശുഭവരദ ശ്രീ വിനായകനാമയഹം നമാമ്യഹം. വരഗജവദനം അനന്മയചരിതം വരഗജവദനം അനന്മയചരിതം കരുണാരസനകിതോത്പലനയനം വിനായകനാമയഹം ശ്രീ വിനായകനാമയഹം നമാമ്യഹം. ഭദ്രം കർണേഭിക്ഷഭിത്തിരത്രാः സ്ഥിരൈരङ्गैस्तुष्ट्वां स्वस्तनूभिः
व्यशेम देवहितं यदायु यो वेदादोस्वरः प्रोक्तो वेदान्तेज प्रतिष्ठितः तस्य प्रकृतिलीनस्य यत्परस्य महेश्वर പരക്കില ശ്രീ മഹാദേവ ശാസ്ത്ര വിനായക ക്ഷേത്രത്തിലെ എല്ലാ സാന്നിധ്യങ്ങളെയും മനസ്സ സ്മരിച്ചുകൊള്ളുന്നു. ശ്രീ ഇടനീൽ മഠാധിപതി ശ്രീ സച്ചിദാനന്ദ ഭാരതി സ്വാമിജിയുടെ തൃപ്പാദങ്ങളിൽ നമിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന ഈ മനുഷ്യ സമൂഹത്തിന് നൽകുന്ന ഒരു ദിവ്യ സമുദായമാണ് പന്ത് സമാജം. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ ധാർമ്മിക ശ്രദ്ധകളും ആചരണങ്ങളും എല്ലാം ക്ഷേത്രത്തോടനുബന്ധിച്ച് ഈശ്വരീയ ചൈതന്യത്തെ വിശ്വസിച്ച് നടക്കുന്നതാണല്ലോ. അങ്ങനെയുള്ള ഈ സമ്പ്രദായത്തെ നിലനിൽപ്പിനും അതിന് പ്രദാനം ചെയ്യുന്ന ചുമതല വഹിച്ച ഒരു സമുദായമാണ് താന്ത്രിക കുടുംബങ്ങൾ. തന്ത്രിമാർക്ക് മാത്രമാണ് ഒരു കാലത്ത് ഈ ഒരു ഭാഗ്യം ലഭിച്ചിരുന്നത്. അങ്ങനെയുള്ള ഈ പവിത്രമായിട്ടുള്ള ഈ സമ്പ്രദായം നിലനിന്ന് വന്നത് എപ്പോഴാണ് തുടങ്ങിയതെന്ന് നമുക്ക് പറയാനാവില്ല. ഭഗവാൻ പരശുരാമനാൽ അനുഗ്രഹിക്കപ്പെട്ട ഈ വിദ്യ ഈ പ്രപഞ്ചം മുഴുക്കെ ആദരിക്കപ്പെടുന്ന ഒരു മഹാസംരംഭമാണ് എന്നുള്ളത് നമുക്കറിയാം. ഇതിൻ്റെ അന്തസ്സത്ത്, ഇതിലുള്ള ദൈവീകമായിട്ടുള്ള ചിന്തകൾ, അതിൻ്റെ ദൈവീകമായിട്ടുള്ള വിശ്വാസങ്ങൾ, ഇതിൻ്റെയൊക്കെ മേന്മകളും യോഗ്യതകളൊക്കെ പറഞ്ഞ് അറിയിക്കാൻ സാധിക്കില്ല. അത്രയും കണ്ട് യോഗ്യതയുള്ള ഈ മഹാവിദ്യ ലോകമുഖത്തിൽ അംഗീകരിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പരിധിവരെയുള്ള സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിൽ ഇന്നുള്ള ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഭാരതവും ഒട്ടുക്കുള്ള ക്ഷേത്രങ്ങളിലും പല സമ്പ്രദായങ്ങളും നമുക്ക് കാണാം. പൂജാവിധികളിലും അതുപോലെ തന്നെ ആചാരവിചാരങ്ങളിലും പല വിഷയങ്ങളും പലതും നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൻ്റേതായ തനിമ നിറഞ്ഞ ഈ ഒരു കേരളീയ ക്ഷേത്ര വിശ്വാസം അല്ലെങ്കിൽ ആചാരം, ഇതിൻ്റെ യോഗ്യതകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഭിന്നമായിട്ടുള്ള അന്തസ്സത്തെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കേരളീയ ക്ഷേത്രത്തിൽ പോയാലും അവിടെയുള്ള അനുഷ്ഠാനങ്ങൾ മനസ്സിലാക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്യന്ത ശ്രേഷ്ഠമായിട്ടുള്ള ഈ ഒരു വിദ്യ നമ്മുടെ സമുദായത്തിൽ എപ്പോഴും നിലനിൽക്കണം. അത് നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇനി വരുന്ന തലമുറകൾ കാത്തു സൂക്ഷിക്കണം. അതിൻ്റെ ശാസ്ത്രം മനസ്സിലാക്കണം. അതിൻ്റെ ശാസ്ത്രകർത്താക്കന്മാർ അതിന് ഉദ്ദേശിച്ച ആ ശ്രേഷ്ഠമായിട്ടുള്ള സങ്കല്പങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് നമ്മളെ ഈ തന്ത്രസമാജം ഉദ്ദേശിക്കുന്നതും അതിൻ്റെ ലക്ഷ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനുവേണ്ടി നടക്കുന്ന പഠന ശിബിരങ്ങളും അതുപോലെ തന്നെ താന്ത്രിക വിദ്യ പ്രദാനം ചെയ്യുന്ന മഹനീയ വ്യക്തികളും എല്ലാം ഈ സദസ്സിലുണ്ട്. സ്വാമിയോട് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഒരു ശുഷ്കമായിട്ടുള്ളൊരു സദസ്സാണ്, എന്നാലും വന്ന് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടാകുമ്പോൾ വളരെ സന്തോഷപൂർവ്വം സ്വാമിജി അതിനെ സ്വീകരിച്ചു. ഇടനീർ മഠം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം. ഇടനീർ മഠത്തിൽ നമ്മുടെ തന്ത്രസമാജത്തിൻ്റെ ഒരു വലിയൊരു ചടങ്ങ്, ഒരു പരിപാടി നമ്മൾ നടത്തി. 2 വർഷം മുമ്പേ ഇടനീർ മഠത്തിൽ വെച്ച് ദൈവികമായ തീർന്ന നമ്മളെ മുമ്പിലത്തെ സ്വാമിജി ശ്രീ കേശവാനന്ദ ഭാരതി സ്വാമിജിയുടെ അനുഗ്രഹത്തോടു കൂടെ നമ്മൾ ഇടനീർ മഠത്തിൽ വെച്ചൊരു പരിപാടി നടത്തിയിരുന്നു. അത് തന്ത്രസമാജം ഒട്ടുക്ക് ചേർന്ന് നടന്നതാണ് ഈ മേഖല മാത്രമല്ല. അപ്പം അങ്ങനെയുള്ള പരിപാടിയൊക്കെ സ്വാമിജി നേരിട്ട് നിന്ന് നടത്തി തന്ന ഒരു പാരമ്പര്യം ഇടനീർ മഠത്തിനുണ്ട്. അതുപോലെ തന്നെ സ്വാമിജിയുടെ പാരമ്പര്യവും അതിൽ ഇന്നുള്ള അംഗങ്ങൾ നമ്മുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്നതൊക്കെ നമുക്ക് അറിയുന്ന വിഷയമാണ്. അങ്ങനെയുള്ള
ഇല്ലത്തെ ശ്രീ പത്മനാഭ വാഴുന്നവർ ഇവിടെ വന്നിരുന്ന അദ്ദേഹത്തെ അധ്യക്ഷനായി ഈ സദസ്സിലേക്ക് ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചു. ഇന്ന് നമ്മളെ ഈ സദസ്സ് പ്രകാശിപ്പിക്കാൻ വേണ്ടി സ്വാമിജിയോട് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ പ്രാക്കുടി ഇന്നത്തെ മഹനീയൻ ഇവിടെ വന്നിട്ടുണ്ട്. പ്രാക്കുടി മുന്നിൽ അദ്ദേഹം നമ്മളെ ഈ സദസ്സിൻ്റെ അല്ലെങ്കിൽ ഈ സന്ത മുമ്പേയുള്ള ഭാരവാഹിയാണ്. നമ്മുടെ സന്തസമാജത്തിന് വേണ്ടി വളരെയധികം ശ്രമിച്ച ആളാണ്. അതിൻ്റെ പുരോഗതിക്കും അഭ്യുദയത്തിനും വേണ്ടി വളരെ കാലം കാര്യദർശിയായി പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം. ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ ആദരവുപൂർവ്വം ഞാൻ ഈ സദസ്സിലേക്ക് ക്ഷണിച്ചു കൊടുത്തു. കക്കാട്ട് പട്ടേരി നമ്മളെ ബന്ധുവാണ്. അത്യന്തം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു എന്താ പറയണ്ടേ ഒരു അംഗീകാരം, ഒരു പരമ്പരയാണ്, ഒരു ഇല്ലത്തെ പേരാണ് പറയുക. അങ്ങനെയാണല്ലോ ഈ ഓരോ തന്ത്രിമാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ആ ദിശയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഇല്ലത്തെപ്പറ്റി 2 വാക്ക് ഞാൻ പറയാൻ സന്തോഷിക്കുന്നുണ്ട്. ഉളിയത്തില്ലം ഇതുപോലെ തന്നെ എത്രയോ ക്ഷേത്രങ്ങളിൽ താന്ത്രിക ചുമതല വഹിക്കുന്ന ഒരു പരമ്പരയാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, പുഴയൂർ ഭാഷ എന്നുള്ള ഒരു മലയാള താന്ത്രിക ഗ്രന്ഥം അതിനെ സംഗ്രഹിച്ചത് യശശരീരനായ ശ്രീ രാമൻ വാഴുന്നവർ എൻ്റെ അച്ഛനാണ്. പുഴയൂർ ഭാഷ എന്നുള്ള പുസ്തകം നിങ്ങളെ ഈ താന്ത്രിക എല്ലാ കുടുംബങ്ങളിലും ഒരുപക്ഷെ പ്രചലിതമാണ്. അതിനെപ്പറ്റി ഞാൻ പറയുന്നതില്ല. നമ്മുടെ ഇന്നത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ കക്കാട്ട് കുടുംബത്തെ അംഗങ്ങളാണ്. കക്കാട്ട് മേക്കാട്ട് ഇല്ലങ്ങളിലെ ഒരു അംഗം. നമുക്ക് ഒരേയും വാരാമിയൊക്കെ അവിടെ നിന്നാണ്. അപ്പം ഒരു കാലത്ത് നീലേശ്വരത്തിന് ഇങ്ങോട്ട് വന്നതായിട്ടുള്ള ഒരു ഐതിഹ്യം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വടക്കേ അറ്റത്തുള്ള മലയാള സമ്പ്രദായം ആചരിച്ചു വരുന്ന ഒരു ഇല്ലമാണ്. ഇല്ലത്തിൻ്റെ പൗരാണിക ഇതിഹാസങ്ങളെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നൂറ്റാണ്ടുകളുടെ പഴക്കം, അത്രയും പുറകോട്ട് നമ്മൾ പോകേണ്ടതുണ്ട്. കാരണം ഇവിടുത്തേക്കൊക്കെ പണ്ടൊക്കെ നമ്മൾക്കൊക്കെ അറിയുന്ന വിഷയമാണ്. ക്ഷേത്രമൊക്കെ നിർമ്മിക്കപ്പെടുന്നത് രാജാക്കന്മാരാണ്, ഭരണാധികാരികളാണല്ലോ ക്ഷേത്രം നിർമ്മിക്കുക. അവരാണ് തന്ത്രിമാരെ നിശ്ചയിക്കുന്നതും അതിൻ്റെ എല്ലാ നിയമവശങ്ങളൊക്കെ അതിൻ്റെ നടത്തിപ്പ് രാജകുടുംബങ്ങളുടെ കാണും. അങ്ങനെ മായിപ്പാടി തമ്പുരാക്കന്മാർ അവർ നീലേശ്വര തമ്പുരാക്കന്മാരുമായി ബന്ധുക്കളാണ് ഒരു കാലത്ത്. അപ്പോൾ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ ഇവിടുത്തെ ക്ഷണിച്ചുമാണ് അറിയപ്പെടുന്ന ഒരു വിഷയം. മധൂർ ക്ഷേത്രം നിങ്ങൾ മനസ്സിലാക്കി കാണും. മദറു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പേരാണ് ഈ മധൂരു ഈ നാട്ടിലേക്ക് വന്നതായിട്ടുള്ള പേര് വരാൻ കാരണം അതാണ്, മദറു. അപ്പോൾ ആ അമ്മ അതല്ലെങ്കിൽ ആ വയസ്സായിട്ടുള്ള സ്ത്രീ ഒളയത്തെ അടുക്കം ഇവിടെ അടുത്ത് തന്നെയാണ്. മുകളിലെ ഒരു വലിയ പരന്ന വിശാലമായ സ്ഥലമാണ്. അവിടെയാണ് നിങ്ങളെ പശുക്കളും പിന്നെ അവിടെയൊക്കെ പോയി നീങ്ങി വരുന്ന സ്ഥലമാണ്. ഒരു കാലത്ത് ഇന്നിവിടെ നഗരമായിട്ടുണ്ട്. ആ സ്ഥലത്തെ കാട് വെട്ടുന്ന സമയത്ത് കത്തി ഒരു കല്ലിന് കൊണ്ടു, കത്തിയുടെ മൂർച്ചയുടെ ഭാഗം. അപ്പോൾ അതിൽ നിന്ന് രക്തം പൊടിഞ്ഞു. അത് കാണുമ്പോൾ അവർക്ക് ഭയമുണ്ടായിരുന്നു. വിഷയം തമ്പുരാനെ അറിയിച്ചു. അതിനെപ്പറ്റി പ്രശ്നചിന്ത നടത്തുമ്പോൾ അത് ഈശ്വര ചൈതന്യമുള്ള ഒരു ശിലയാണ്. ആ ശിലയെ ക്ഷേത്രം നിർമ്മിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആരാധിക്കണമെന്നുള്ള നിർദ്ദേശമാണെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ മധൂർ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്നുള്ളതൊരു ഐതിഹ്യമുണ്ട്. കാരണം ആ മധൂർ ക്ഷേത്രം നിൽക്കുന്നതിൻ്റെ തെക്ക് ഭാഗത്തൊരു ശ്രീകോവിലുണ്ടെന്ന്, കാശി വിശ്വനാഥൻ എന്ന് പറഞ്ഞ് നമ്മൾ ഇന്ന് അവിടെ ആരാധിക്കപ്പെടുന്നു. അതാണ് പൗരാണികമായിട്ടുണ്ടായിരുന്ന ക്ഷേത്രം. അതിന് ശേഷമാണ് ഇന്ന് കാണുന്ന 3 നിലയുള്ള ഗജപൃഷ്ഠ വ്യവസ്ഥയോടുകൂടെയുള്ള ക്ഷേത്രം. അതിന് ശേഷം വന്ന ഈ ശില ഉയർത്തെടുക്കത്ത് കാണപ്പെട്ട ശിലയാണ് അതിന്
ശിവലിംഗമായി ഉണ്ടാക്കി അവിടെ പ്രതിഷ്ഠിക്കുന്നതാണ് ചരിത്രം. അപ്പം അങ്ങനെ നമ്മൾ അതിനെ പരിഗണിക്കുകയാണെങ്കിൽ അത്രയും പുറകോട്ട് നമ്മൾ ഇല്ലത്തിൻ്റെ പൗരാണിക ചരിത്രം നോക്കാൻ അവിടെ നമ്മൾ അവിടെയും വരെ നമ്മൾ പോകേണ്ടതുണ്ട്. അതിനുശേഷം ഈ ഭാഗത്തിൻ്റെ പല ക്ഷേത്രങ്ങളിലേക്കും നമുക്ക് ചുമതലകൾ വന്നു. കുറേ ഭൂമികൾ ഒരുപക്ഷെ ഭരണാധികാരികൾ മുഖാന്തരം നൽകപ്പെട്ടതാവാം. നമുക്ക് തന്നെ ഇല്ലത്തേക്ക് തന്നെ 5 ക്ഷേത്രങ്ങൾ ഇന്ന് അവരുടെയും മറ്റ് വിശിഷ്ട വ്യക്തികളെയും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളുടെയും എല്ലാവരെയും ഒന്നിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നമ്മുടെ യജ്ഞം ഉദ്ഘാടനം ആണ് ഇനി അടുത്ത പരിപാടി. ഞാൻ പ്രസംഗം അധികം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ओम नमः प्रणवार्थाय शुद्ध ज्ञानैकमूर्तये निर्मलाय प्रशांताय दक्षिणामूर्तये नमः। अत्यंतबालं तसीत् कुसुमप्रकाशं विद्वासदं कनकभूषणभूषिताङ्गं विसृस्तकेशं अरुणाधरं मायताक्षं कृष्णं स्मरामि मनसा नवनीतहस्तं। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। അഖില കേരള തന്ത്ര സമാജത്തിൻ്റെ ഉത്തരമേഖല പരിപാടി ഘടകത്തിൻ്റെ 3 ദിവസങ്ങളുടെ പരിപാടിയാണ് ഇവിടെ ഈ സന്നിധിയിൽ വെച്ച് നടക്കാൻ പോകുന്നത്. സീമ തന്ത്രിയായ ശിവലേത്തായ വിഷ്ണുഹാസ്രാവര സ്വാഗത പ്രസംഗത്തിൽ അതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. അത് ഇതിനെപ്പറ്റി ആദർശപ്രായമാക്കി കിടക്കാം. ആദരണീയരായ എല്ലാ പണ്ഡിത ശ്രേഷ്ഠർക്കും വിശിഷ്ട സദസ്സിനും നമസ്കാരം. ഞാൻ മധ്യമേഖലയിലുള്ള ഒരാളാണ്. എൻ്റെ പേര് ശ്രീകല ഋഷി. തൃപ്പൂണിത്തുറ വടക്കും ഭാഗം എന്ന് പറഞ്ഞ ഇല്ലത്തെയാണ്. എന്നെ വിവാഹം ചെയ്തിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി ആയാങ്കുടി ദേശത്തെ ഋഷി എന്ന ഇല്ലത്താണ്. ഇതാണ് എൻ്റെ ഒരു ബയോഡാറ്റ. എനിക്കിപ്പോൾ ശരിക്കും ഈ അന്തർജന സഭയിൽ ഇത്രയൊക്കെ പ്രവർത്തിക്കാൻ സാധിച്ചത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് കണ്ടത്. കാരണം ഈ ഉത്തരമേഖല ഇങ്ങനൊരു അന്തർജന സഭ എന്ന രീതിയിൽ പ്രവർത്തനം തുടങ്ങിയതിൽ വളരെയധികം സന്തോഷം. അതിൻ്റെ നെടുന്തൂണായിട്ടുള്ള ശ്രീരാമേട്ടന് നന്ദി പറയട്ടെ ആദ്യം. പിന്നെ ശരിക്കും അന്തർജനങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കുറേയൊക്കെ ചെയ്തിരുന്നു. ഒരു യാഥാസ്ഥിക കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടാവാം. പക്ഷേ എൻ്റെ പഠനം ഔദ്യോഗിക കാലങ്ങളൊക്കെ ആയപ്പോൾ അതൊക്കെ കുറേ ചെയ്യണതൊക്കെ കുറഞ്ഞു, അതൊരു സത്യമാണ്. പക്ഷേ എന്നാലും അതിനോടുള്ളൊരു ഇഷ്ടം കുറഞ്ഞിട്ടില്ല. അപ്പോൾ ഏകദേശം സമാന രീതികളിൽ ചെയ്യണ വിജയകുമാരി അന്തർജന സഭയുടെ ഏറ്റവും വലിയ നെടുന്തൂണാണ് വിജയകുമാരി അന്തർജനം. പിന്നെ വത്സരേർത്തി, അണിമംഗലം സാഹിത്യത്തിൽ ഇപ്പോൾ ആക്റ്റീവായിട്ടൊന്നും ഇല്ലെങ്കിലും പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലും ഒന്നിച്ചൊക്കെ ചെയ്യാനും മനസ്സിലാക്കാനും സാധിച്ചു. അതുപോലെ ഏറ്റവും എനിക്ക് നമ്മുടെ ആചാരങ്ങളെ പ്രായോഗികമായി എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഒരു പരിധി വരെയൊക്കെ നമ്മുടെ അന്തർജന സഭയിലുള്ളവർ ചെയ്തു. കാരണം അന്തർജനങ്ങൾ ഇന്നൊരു അന്തർജനമല്ല, എല്ലാവരും പുറത്തു പോയി ജോലി ചെയ്യുന്നവരാണ്. എല്ലാവരും നല്ല നല്ല ഉന്നത രീതിയിൽ എത്തിയിട്ടുള്ളവരുമാണ്. അത് വെബിനാറുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതുപോലെ അന്തർജനങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് തരുന്ന ഈ വേദിയിലിരിക്കുന്ന ധാരാളം പണ്ഡിത ശ്രേഷ്ഠന്മാരുണ്ട്. TPR സാറുണ്ട്, സംസ്കൃത അധ്യാപകരുണ്ട്. എല്ലാവരും തന്നെ ഞങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് തന്നെയാണ്. അതുപോലെ എനിക്ക് ഈ മണ്ണിനോടൊരു കടപ്പാടുണ്ട്. ഇപ്പോഴല്ല, ഒരു 10-15 വർഷങ്ങൾ മുമ്പ് ഞാൻ മധുർ ഗണപതി ക്ഷേത്രത്തിലേക്ക് വന്നു. ഒരു തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അന്ന് സത്യത്തിൽ ഞാൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ബ്രാഹ്മണ്യത്തിൻ്റെ വില അപ്പോഴാണ് മനസ്സിലായത്. കാരണം ഞങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ 20 പേരോളം ഉണ്ട്. എല്ലാവരും യോഗക്ഷേമ സഭയുടെ കീഴിലുള്ളവർ. അവിടെ വന്ന് ഊണ് കഴിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ആദ്യം
സാധാരണ അവരുടെ രീതിയിലൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചു, പൈസയൊക്കെ കൊടുത്തു. പക്ഷേ നമ്പൂതിരിമാരെല്ലാവരും കൊടുക്കുറത്താനും എല്ലാവരും കഴിഞ്ഞപ്പോൾ അവിടെയുള്ളവരാകെ ഒരു അബദ്ധമായ പോലെ ഒരു എന്താ പറയുക, ക്ഷമാപണം ചോദിച്ചുകൊണ്ടാണ് ഇതെല്ലാം തിരിച്ചു തന്നതെന്ന് മാത്രമല്ല, അപ്പം മഹാഗണപതി തന്നെയായിരിക്കും എന്നെ ഇവിടെ എത്തിച്ചതെന്നാണ് എൻ്റെ വിചാരം. എന്തായാലും ഇങ്ങനൊരു ആദരവ് തന്നതിൽ ഏറ്റവും സന്തോഷം. ഇനിയും എന്നെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും തുടർന്ന് ചെയ്യുന്ന ഒരു വാഗ്ദാനം കൂടിയുണ്ട്. എല്ലാവർക്കും നമസ്കാരം. പറ്റി പറയുമ്പോൾ ഇതൊന്നും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ പഠിച്ച് ഈ റോളിംഗ് സ്റ്റോൺ ഗ്രാഫ്സ് എന്ന് പറയുന്ന പോലെ പഠിച്ചെടുത്ത കാര്യങ്ങൾ എന്തൊക്കെയോ കുറച്ച് അവതരിപ്പിച്ചു. അതിന് ഇത്രയും വലിയതായിട്ടൊരു അംഗീകാരം കിട്ടുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. തന്ത്രി സമാജത്തിനെ പറ്റി പറയുമ്പോൾ, അഖില കേരള തന്ത്രി സമാജത്തിനെ പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പൂക്കാലം മോഹിച്ചു, ഒരു പൂ മോഹിച്ചു ഒരു പൂക്കാലം തന്നു എന്നുള്ള പോലെയാണ്. ഒരു വിഷ്ണു പൂജ പഠിക്കുക, അത്യാവശ്യം സൂക്തങ്ങൾ പഠിക്കുക, അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അതൊന്നല്ല, അതിലധികം എന്തൊക്കെയോ കുറേയധികം പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതിനി ഇപ്പോഴും മുഴുവൻ പഠിച്ചെടുക്കാൻ ആഗ്രഹമുണ്ട്. അതിനി തുടർന്ന് വേണമെന്ന് വിചാരിക്കുന്നു. ഗുരുനാഥൻ ഹരിഗോവിന്ദേട്ടൻ വളരെയധികം സ്നേഹത്തോടുകൂടി ഏറ്റവും രസകരമായി പറഞ്ഞ വാക്ക് എനിക്ക് ഓർമ്മ വരാറുണ്ട്. കുറേയധികം പഠിപ്പിക്കാനുള്ളപ്പോൾ ഏറ്റവും മെല്ലെ പഠിപ്പിക്കുകയാണ് ചെയ്യുക. അതിപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് എങ്ങനെയാണ് അത് ചെയ്യണമെന്നുള്ളത്. ഏറ്റവും സ്ലോ ആയിട്ട് കുറേയധികം പഠിപ്പിക്കൽ എങ്ങനെയാണ്. കാരണം ഞാനും പഠിപ്പിക്കണ മേഖലയിലാണ്. കുറേയധികം പഠിപ്പിക്കേണ്ടി വരുമ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്. ഞാൻ എൻ്റെ വിട്ടു കൂടി പറയാം. പിന്നെ ഇനിയും ഇതുപോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയാവാൻ വളരെയധികം തയ്യാറാണ്. ഇനി ഏറ്റവും രസകരമായിട്ട് തോന്നിയൊരു കാര്യം പറയട്ടെ. ഉള്ളിയത്തുമന ഇവിടെ തറവാടിൻ്റെ ആ ആതിഥേയൊക്കെ അനുഭവിച്ച് നടക്കുമ്പോൾ എനിക്ക് തോന്നിപ്പോവാണ് വളരെ വിശദമായി നമ്മുടെ ഭാരതീയ സാംസ്കാരിക പാരമ്പര്യത്തെ കൊണ്ടു നടക്കാനായിട്ട് അവരെന്തെങ്കിലും ഒരു പാഠശാല അങ്ങനെ എന്തെങ്കിലും തുടങ്ങുമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകാറുണ്ട്. അതും കൂടി ഉണ്ടെങ്കിൽ വളരെ ഗംഭീരമായി തോന്നാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഇതുവരെ ആദരവിനായിട്ട് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ഞങ്ങളുടെ കോർഡിനേറ്റർ ശ്രീരാമേട്ടനോടും മറ്റ് തന്ത്രി സമാജത്തിലെ എല്ലാ പ്രമുഖന്മാരോടും എല്ലാ ആദരണീയ ഗുരുക്കന്മാരോടും എല്ലാവരും നന്ദി പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. പ്രധാനമായും ഓയിൽ ആൻഡ് ഗ്യാസ് മൈക്രോബയോളജിയിലാണ് ഞാൻ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇൻഡസ്ട്രി മേഖലയിലാണ്. എന്നാലാവുന്ന ഈ എൻ്റെ മേഖലയെ പറ്റി 2 ക്ലാസ്സുകളിലായി കുട്ടികൾക്ക് വാതായനം എന്ന പരിപാടിയിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് ഇന്ന് കിട്ടിയത്. ഇതിൻ്റെ പേരിൽ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഹരിയേട്ടൻ, TPR, ഉണ്ണികൃഷ്ണേട്ടൻ തുടങ്ങിയവരെല്ലാം കിട്ടാൻ വേണ്ടി കോവിഡിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ. കാരണം കോവിഡിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതാം. എന്തിനേയും നെഗറ്റീവിനെ പോസിറ്റിവിറ്റി ആയിട്ട് കണക്കാക്കുകയാണല്ലോ വേണ്ടത്. ആ കോവിഡ് കാലഘട്ടത്തിലാണ് പൂജാ പഠനത്തിന് ഞങ്ങളിപ്പോൾ പ്രവാസികളാണ്, ദുബായിലാണ്. അവിടെ നിന്നല്ല ഇങ്ങനെയൊരു സാധ്യത കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കിട്ടുമായിരുന്നുള്ളൂ. അതിനെ ഒരു ദൈവത്തിൻ്റെ നിയോഗം എന്ന് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് നമസ്കാരം. നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഏകദേശം ഒരു 10-15 പേര് സോൾവേ എന്നൊരു കമ്പനിയുടെ യോഗത്തിന് വന്നിട്ട് ഏകദേശം 15ഓളം പേരുണ്ടായിരുന്നു. എല്ലാവരും നോബൽ ലോറേറ്റ്സ് ആയിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഈ വേദിയിൽ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് അതേപോലെ അവരവരുടെ മേഖലയിൽ തന്നെ ഏറ്റവും വിശിഷ്ടമായ സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ളവരാണ്. അവരെ നമസ്കരിക്കുകയും നമുക്ക് വഴിയുള്ളൂ. ഈ വേദിയിൽ അടുത്തതായി നടക്കാൻ പോകുന്നത് ഒരു പുരസ്കാര സമർപ്പണമാണ്. PSV കോട്ടയ്ക്കൽ PSV നാട്യസംഘത്തിൻ്റെ പ്രിൻസിപ്പൽ ആയി റിട്ടയർ ചെയ്ത കഥകളി രംഗത്തെ അതിപ്രഗത്ഭന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ശ്രീ കോട്ടയ്ക്കൽ കേശവൻ കുണ്ടലായി, അദ്ദേഹത്തിന് തന്ത്രി സമാജം ഉത്തരമേഖല ഘടകം നാട്യകേസരി പുരസ്കാരം നേടിയ ഇദ്ദേഹത്തിന്
വിശിഷ്ട കലാപുരസ്കാരം എന്ന പേരിൽ ഇന്ന് ഇപ്പോൾ സമ്മാനിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന് ഈ വിശിഷ്ട കലാപുരസ്കാരം സമ്മാനിക്കുന്നതിന് വേണ്ടി ഉളിയത്ത് വിഷ്ണു വാഴുന്നവരെ ക്ഷണിക്കുന്നു. ഉളിയത്ത് വിഷ്ണു വാഴുന്നവർ, ഇരുവൽ പത്മനാഭൻ വാഴുന്നവർ, ഇരുവൽ രാമൻ വാഴുന്നവർ, ആലമ്പാടി കുട്ടൻ, പേര് മുഴുവൻ കിട്ടാത്തതുകൊണ്ട് കുട്ടൻ, മേക്കാട്ട് പപ്പു, ഇതൊക്കെ ഞങ്ങൾക്ക് അടുത്ത ബന്ധുക്കളാണ്. സ്വന്തം പറഞ്ഞാൽ പറയാനിരിക്കണം, അത്ര അടുത്ത ബന്ധുക്കളാണ്. പിന്നെ പുല്ലൂർ യോഗസഭയിലുള്ള അംഗങ്ങളാണ്. എൻ്റെ വിഷയം കഥകളിയാണ്. കഥകളി താന്ത്രിക ചടങ്ങുകളും ഒക്കെ കൈമുദ്രകൾ തന്നെയാണ്. സാമ്യമുണ്ട്. താന്ത്രിക അതിൽ നിന്ന് കുറേ മുദ്രകൾ നമ്മളും ഉപയോഗിക്കാറുണ്ട്. ഇവിടുന്ന് അങ്ങനെ ഉപയോഗിക്കാറുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മളെ ശംഖും ചക്രമൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ കാണിക്കുക, അത് തന്നെയാണ് മുദ്ര കാണിക്കാറ്. ഏതായാലും ഞാൻ 1972 കോട്ടക്കൽ ആരോഗ്യശാലയുടെ കീഴിലുള്ള PSC നാട്യത്തിൽ ചേർന്ന സമയത്ത് എനിക്ക് ഒരു സഹായമായിട്ടും എനിക്കൊരു അനുകൂലമായിട്ട് നിന്നിട്ടുള്ളത് ഒന്ന് ഇരുവൽ പത്മനാഭൻ വാഴുന്നവരുടെ അച്ഛൻ, ഇരുവൽ കേശവൻ വാഴുന്നവർ, പിന്നെ എൻ്റെ അച്ഛൻ മാതരംകോട്ടിലെത്തും നാരായണൻകോട്ടിലാണ്, പിന്നെ മേക്കാട്ടിലെത്തും പത്മനാഭ പട്ടേൽ. ഇവർ 3 പേരും കൂടിയിട്ടാണ് അവിടെ ചേരാനുള്ള. ഇതാണ് പത്മനാഭൻ്റെ അച്ഛനാണ് ഒരു എഴുത്ത് തന്നത്. പിന്നെ എൻ്റെ അച്ഛൻ്റെ കൂടെ വരണമല്ലോ, അച്ഛന് സഹായിയായിട്ടാണ് മേക്കാട്ട് പത്മനാഭ പട്ടേലിയെ കൂട്ടിയത്. അങ്ങനെ 1972 കോട്ടക്കൽ ആദേശാരുടെ ദേശനാട്ടത്തിൽ ചേർന്ന് കോട്ടക്കൽ കൃഷ്ണൻകുട്ടി നായരാശാൻ ഗുരു അദ്ദേഹത്തിൻ്റെ കീഴിൽ എണ്ണയും കച്ചയും വാങ്ങി അഭ്യാസം തുടങ്ങി. ഇപ്പോൾ ഒരു 52 വർഷത്തോളം ആയി ഈ ഫീൽഡിലായിട്ട്. എല്ലാ വേഷങ്ങളും കൈകാര്യം ചെയ്യാറുണ്ട്. പച്ച, കത്തി, എല്ലാ മിനുക്കുകളും. അതിൽ ഇപ്പം ശരിക്കും എന്നെ എല്ലാം കൂടി ഒരു മലപ്പുറം കത്തിക്കാരനാക്കി മാറ്റിയിട്ടുണ്ട്. കാരണം കത്തി വേഷത്തിലാണ് എൻ്റെ സ്വഭാവം. എല്ലാം കണ്ടാൽ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഇയാളൊരു കത്തിക്കാരനാണ്. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. എല്ലാ വേഷങ്ങളും കൈകാര്യം ഒരു 6 കൊല്ലത്തോളം PSC നാട്യത്തിൻ്റെ പ്രിൻസിപ്പാളായിട്ട് പിരിഞ്ഞു. പരിപാടികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അടുത്ത കാലത്ത് കഴിഞ്ഞ ഡിസംബർ 18 തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്ന് പട്ടുമളയിൽ നിന്ന് നമുക്ക് തിരുപ്പതി വീരശൃംഖലയാണത്രേ നമ്പൂതിരിമാരായിട്ട്. അല്ലാത്തവർക്കാണ് പട്ടുമളയിൽ അങ്ങനെ ഒരു പേരുണ്ടെങ്കിൽ അവർ മടിയിൽ പട്ട് കൊടുത്തിട്ട് ആ മടിയിലാണ് വാങ്ങിക്കുക. നമ്മൾ തെറ്റെടുത്തിട്ട് പിടിച്ച് ശുദ്ധമായിട്ട് കയ്യിൽ നേരിട്ട് വാങ്ങിക്കാം. അങ്ങനത്തെ ചടങ്ങ് കണ്ടപ്പോൾ അത് മനസ്സിലായത്. അങ്ങനത്തെ ഒരു ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇവിടെ പലരും പരിചയമില്ല. ഇപ്പം ഓരോരുത്തരും ഓരോ പേര് കേൾക്കുമ്പോൾ ഭാരവാഹികളാണെന്ന് എനിക്കറിയില്ല. ഏതായാലും എല്ലാവരോടും എന്നെ ഇതിൽ തിരഞ്ഞെടുത്തതിൽ വളരെ വളരെ നന്ദിയുണ്ട്. സന്തോഷം. ഇന്നിവിടെ ആഹ്ലാദത്തോടു കൂടി തന്നെ പറയട്ടെ, ഇന്നിവിടെ പ്രകാശിതമാകാൻ പോവുകയാണ്. ഇന്നത്തെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീ പത്മനാഭൻ വാഴുന്നവർ. അദ്ദേഹം ശ്രീ ഉളിയത്ത് വിഷ്ണു വാഴുന്നവർക്ക് കൊടുത്ത് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ പത്മനാഭൻ വാഴുന്നവരെയും സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ വിഷ്ണു വാഴുന്നവരെയും ക്ഷണിച്ചുകൊള്ളു. നമ്മൾ പലരും പറയുന്നത് പലപ്പോഴും തെറ്റിയിട്ടായിരിക്കും. അത് അങ്ങനെ പാഠമായി പോവുകയും ചെയ്യും. പിന്നെ അത് തെറ്റായിട്ട് തന്നെ പോയിക്കൊണ്ടുവരും. ആ ഒരു കാരണം കൊണ്ടാണ് പുസ്തകം എന്ന രൂപത്തിലേക്ക് വരാൻ കാരണം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കുറേയധികം ആൾക്കാരുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് പലരായിട്ടാണ് സോഫ്റ്റ് കോപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പലരും